യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ ഏറ്റവും പോപ്പുലറായ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസറും അതിൻ്റെ ഇറപ്ഷനും പിന്നെ അതിനു ചുറ്റുമുള്ള അപ്പർ ഗീസർ ബേസിനും എല്ലാം കണ്ടല്ലോ. കാണാത്തവർക്കായി ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് യെല്ലോസ്റ്റോണിലെ ഏറ്റവും പോപ്പുലർ അട്രാക്ഷനായ ഗ്രാൻഡ് പ്രിസ്മാറ്റിക് സ്പ്രിംഗ് ആണ്. പാർക്കിൻ്റെ ഉള്ളിൽ മിഡ്വേ ഗീസർ ബേസിനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഹോട്ട് സ്പ്രിങ്ങും ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഹോട്ട് സ്പ്രിങ്ങുമാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 370 അടി വീതിയും 160 അടി ആഴവുമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും കാണുന്ന വൈബ്രൻറ്റ് കളേഴ്സാണ്. ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പോൾ ഈ കളേഴ്സിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതിന് ചുറ്റുമുള്ള തെർമോഫിലിക് ബാക്ടീരിയയുടെ ആക്ടിവിറ്റി കാരണമാണ്. എക്സ്ട്രീം ഹീറ്റിൽ ജീവിക്കാൻ കഴിവുള്ള മൈക്രോ ഓർഗാനിസമാണിത്. അപ്പോൾ ഓരോ ബാക്ടീരിയയും ടെമ്പറേച്ചറിനനുസരിച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ഫോം ചെയ്യുന്നു. ഈ വെള്ളത്തിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 70 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ. അതുപോലെ ഈ സ്പ്രിങ്ങിൽ നിന്ന് ഒരു മിനിറ്റിൽ ഏകദേശം 2100 ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കാണണമെങ്കിൽ നമ്മൾ ഓവർലുക്ക് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് ആ കളേഴ്സും അതിൻ്റെ ആ ഷേപ്പും എല്ലാം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇവിടുന്ന് ഒരു ഷോർട്ട് ഹൈക്കുണ്ട്. ഇതിൻ്റെ അടുത്തുള്ള മറ്റൊരു ഹോട്ട് സ്പ്രിംഗ് ആണ് എക്സൽസിയർ ഗീസർ ക്രേറ്റർ. ഡീപ്പ് ബ്ലൂ കളറാണ് ഈ ഹോട്ട് സ്പ്രിങ്ങിന്. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 93 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചറിൽ ഈ ബാക്ടീരിയാസ് സർവൈവ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ചുറ്റും മറ്റ് കളേഴ്സ് ഒന്നും ഇല്ലാത്തത്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വെസ്റ്റ് തംബ് ഗീസർ ബേസിനാണ്. ഇത് യെല്ലോസ്റ്റോൺ ലേക്കിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ജിയോ തെർമൽ ഏരിയ ആണ്. അപ്പം ഇവിടെ പലതരത്തിലുള്ള ഹോട്ട് സ്പ്രിങ്സും പൂൾസും മഡ് പോട്ട്സും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു പോപ്പുലർ പൂളാണിത്, അബിസ് പൂള്. നല്ല സാഫേ ബ്ലൂ കളറാണ് ഇതിന്. ബ്ലാക്ക് പൂൾ ഇവിടുത്തെ മറ്റൊരു പോപ്പുലർ ഹോട്ട് സ്പ്രിംഗ് ആണ്. പണ്ട് ഇതിനൊരു ബ്ലാക്ക് അപ്പിയറൻസ് ആയിരുന്നു. അങ്ങനെയാണ് ഈ പേര് വന്നത്. പിന്നീട് ടെമ്പറേച്ചറിൻ്റെ വേരിയൻസ് അനുസരിച്ച് കളേഴ്സിൽ ചേഞ്ചസ് വന്നു. യെല്ലോസ്റ്റോൺ ലേക്കാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഒരു ഹോട്ട് സ്പ്രിംഗ് ആണ് ലേക്കിൻ്റെ ഉള്ളിൽ. ഇവിടെ എല്ലായിടത്തും വാർണിംഗ് മെസ്സേജസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ബോർഡ് വാക്കിൽ കൂടെ മാത്രമേ നടക്കാവുള്ളൂ. കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം നമ്മൾ ഇതിലൂടെ നടന്നാൽ അത് ബ്രേക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് വീഴും. താഴെ എന്ന് പറയുന്നത് നല്ല ചൂട് വെള്ളമാണ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് മഡ് വോൾക്കാനോ ആണ്. ഇവിടെ ലാവയ്ക്ക് പകരം തിളയ്ക്കുന്ന മഡാണ് മെയിൻ അട്രാക്ഷൻ. തിളച്ചു മറിയുന്നത് കണ്ടോ? ഇവിടെ മൊത്തം ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ആണ്, അതായത് ചീഞ്ഞ മുട്ടയുടെ മണം. ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ്. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഡ്രാഗൺസ് മൗത്ത് സ്പ്രിംഗ്. ഇവിടുത്തെ ഈ കേവ് ഓപ്പണിങ്സ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റീം പുറത്തേക്ക് വരും. അതിൻ്റെ കൂടെ നമുക്കൊരു റോറിങ് സൗണ്ടും കേൾക്കാം. അപ്പോൾ ശരിക്കും ഒരു ഡ്രാഗൺ അകത്തിരിക്കുന്ന പോലെയാണെന്ന് തോന്നും. അങ്ങനെയാണ് അതിന് ഈ പേര് കിട്ടിയത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നോറിസ് ഗീസർ ബേസിനാണ്. ഇവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റും ഏറ്റവും ചൂടുള്ളതുമായ ജിയോ തെർമൽ ഏരിയ ആണിത്. ഇവിടെ മെയിനായിട്ട് 2 പാർട്ടാണുള്ളത്, പോർട്സ്ലൻ ബേസിനും ബാക്ക് ബേസിനും. ഇത് ഫുൾ വൈറ്റ് മിനറൽസ് ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ വെള്ളത്തിന് അസിഡിറ്റി കൂടുതലാണ്. യെല്ലോസ്റ്റോണിലെ ഏറ്റവും ചൂടേറിയ ഒരു ഏരിയ ആണ് ഇത്. ചിലപ്പോൾ ഈ ഗ്രൗണ്ടിൽ സർഫസിൽ തന്നെ ടെമ്പറേച്ചർ 93 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും.
ചൂടും അസിഡിറ്റിയും കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ആ ഡെസിഗ്നേറ്റഡ് ബോർഡ് വാക്കിൽ കൂടി മാത്രമേ നടക്കാൻ പാടുള്ളൂ. 2016 ഇവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. കോളിൻ സ്കോട്ട് എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ ഇവിടുത്തെ ഹോട്ട് തെർമൽ പൂളിൽ വീണ് മരണപ്പെട്ടു. ഇത് ഹേഡൻ വാലി, വൈൽഡ് ലൈഫിനെ കാണാനുള്ള ഒരു സ്പോട്ടാണിത്. ഏർലി മോർണിംഗ് അല്ലെ ഈവനിങ് വന്നാൽ നമുക്ക് വൈൽഡ് ലൈഫിനെ കാണാൻ പറ്റും. ബൈസൺ, എൽക്ക്, ബേഴ്സ്. ഇന്ന് നമുക്കൊരു ബൈസനെ കാണാൻ പറ്റി. അവൻ അവിടെ ഇരുന്ന് പുല്ല് തിന്നുവാണ്, നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.